ഹായ്, അപ്പോൾ എല്ലാവർക്കും മെൻഡേഴ്സ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ UGC നെറ്റ് JRF എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി, ആസ്പിറൻസിന് വേണ്ടി നമ്മളൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോനെറ്റ് എന്ന് പറയുന്ന. അപ്പം അതിൻ്റെ 3ാമത്തെ എപ്പിസോഡാണിത്. എല്ലാവർക്കും ഗോനെറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ UGC നെറ്റ് പേപ്പേഴ്സിന് ഒരു ഈസി സെക്ഷൻ, മോഡറേറ്റ് സെക്ഷൻ, ഹാർഡ് സെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഈസി സെക്ഷൻ, അപ്പം ഈസി സെക്ഷനകത്ത് നമ്മൾ 4 ടോപ്പിക്സാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ കുറച്ച് ജനറലായിട്ട് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടീച്ച് എ വിഷ്വലി ചാലഞ്ച്ഡ് സ്റ്റുഡൻറ്റ് അലോങ് വിത്ത് നോർമൽ സ്റ്റുഡൻറ്റ്സ്, വാട്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വുഡ് യു ലൈക്ക് ടു ഗിവ് ഹിം ഇൻ ദ ക്ലാസ്? സോ ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്: not giving extra attention because majority may suffer, take care of him sympathetically in the classroom, you may think this blindness in his destiny and hence you cannot do anything, arrange a seat in the front row and try to teach at a pace convenient to him. ഈ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഏറ്റവും കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അറേഞ്ച് എ സീറ്റ് ഇൻ ദ ഫ്രണ്ട് റോ ആൻഡ് ട്രൈ ടു ടീച്ച് അറ്റ് എ പേസ് കൺവീനിയൻറ്റ് ടു ഹിം. സോ അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു എ പ്രൊജക്റ്റഡ് എയ്ഡ്? ഓപ്ഷൻസ്: ഓവർഹെഡ് പ്രൊജക്ടർ, ബ്ലാക്ക് ബോർഡ്, സ്ലൈഡ് പ്രൊജക്ടർ, എപ്പിഡസ്കോപ്പ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ബ്ലാക്ക് ബോർഡ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: എ ടീച്ചർ ക്യാൻ ബി സക്സസ്ഫുൾ ഇഫ് ഹി ഓർ ഷീ, ഫസ്റ്റ് ഓപ്ഷൻ, ഹെൽപ്സ് സ്റ്റുഡൻറ്റ് ഇൻ ബിക്കമിങ് ബെറ്റർ സിറ്റിസൺസ്, ഇമ്പാർട്ട് സബ്ജക്ട് നോളജ് ടു സ്റ്റുഡൻറ്റ്സ്, പ്രിപ്പയർ സ്റ്റുഡൻറ്റ്സ് ടു പാസ് ദ എക്സാമിനേഷൻ, പ്രസൻറ്റ് ദ സബ്ജക്ട് മാറ്റർ ഇൻ എ വെൽ ഓർഗനൈസ്ഡ് മാനർ. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, present the subject matter in a well organized manner. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: by which of the following methods the true evaluation of a student is possible? So options: evaluation at the end of the course, evaluation twice in a year, continuous evaluation, formative evaluation. So ആൻസർ എന്ന് പറയുന്നത് continuous evaluation ആണ്. So അടുത്ത ക്വസ്റ്റ്യൻ: when some students are deliberately attempting to disturb the discipline of the class by making mischief, what will be your role as a teacher? So അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്: expelling those students, isolate those students, reform the group with your authority, giving them an opportunity for introspection and improve their behavior. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഗിവിങ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഇംപ്രൂവ് ദെയർ ബിഹേവിയർ. സോ അടുത്ത ക്വസ്റ്റ്യൻ: എ ടീച്ചർ ഈസ് സെഡ് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഇഫ് ഹി ക്യാൻ ആസ്ക്. ഓപ്ഷൻസ്: മീനിങ്ലെസ് ക്വസ്റ്റ്യൻസ്, ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ, maximum number of questions in a fixed time, many meaningful questions in a fixed time. Answer is many meaningful questions in a fixed time. അടുത്ത ക്വസ്റ്റ്യൻ:
For maintaining an effective discipline in the class, the teacher should options: allow students to do what they like, deal with the students strictly, give the students some problems to solve, deal with them politely and firmly. Answer is deal with them politely and firmly. Option D. So next question. Those teachers are popular among students who options: develop intimacy with them, help them solve their problems, award good grades, take classes on extra tuition fee. So the answer is B. Help them solve their problems. அடுத்த question. On the first day of his class, if a teacher is asked by the student to introduce himself, he should options: ask them to meet after the class, tell them about himself in brief, ignore the demand and start teaching, scold the students for this unwanted demand. Option B. Tell them about himself in brief. അടുത്ത question. Identify the important elements of a teacher has to take cognizance of while addressing students in a classroom. Options: avoidance of proximity, voice modulation, repetitive pause, fixed posture. The answer is voice modulation. Option B. അടുത്ത question. Research has shown that the most frequent symptom of nervous instability among teachers is first one: digestive upsets, explosive behaviors, fatigue, worry. The answer is B. Explosive behaviors. സോ ഇത്രയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എന്താ എടുത്തിട്ടുള്ള ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്, റീഡിങ് കോംപ്രിഹെൻഷൻ. അപ്പോൾ അതിനകത്ത് എന്താണ്, നിങ്ങൾക്കൊരു പാസേജ് തരും, എന്നിട്ട് അത് ബേസ് ചെയ്ത് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും പാസേജ് വായിക്കരുത്, ഫസ്റ്റ് നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വായിക്കുക. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള കീവേഡ്സ് കാണും, ആ കീവേഡ്സ് മാർക്ക് ചെയ്യുക. ദെൻ അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആ പാസേജ് വായിക്കേണ്ടത്. പാസേജ് വായിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അത് ആൻസർ ചെയ്ത് പോവുക, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ വിടുക. ദെൻ അപ്പം ഈ 3 കാര്യം കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് കോംപ്രിഹെൻഷൻ എളുപ്പം ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.